ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമന തർക്കത്തിൽ പരിഹാരവുമായി സുപ്രീംകോടതി. സ്ഥിരം വിസി നിയമനത്തിനായി സുപ്രീംകോടതി തന്നെ 5-അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ പേര് നൽകാൻ ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. സർക്കാരിന്റെ ശുപാർശയനുസരിച്ച് താൽക്കാലിക വിസി നിയമനം നടത്തണമെന്നാണ് നിയമമെന്ന് ഗവർണറെ കോടതി ഓർമ്മിപ്പിച്ചു. പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നതായി പറഞ്ഞാണ് സുപ്രീംകോടതി മുൻകൈയെടുത്ത് സെർച്ച് കമ്മിറ്റി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. 2 സർവകലാശാലകളിലെയും താൽക്കാലിക വിസിമാരുടെ നിയമനം റദ്ദാക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. മുൻകാല സുപ്രീംകോടതി വിധിയും UGC നിയമവും അനുസരിച്ചാണ് താൽക്കാലിക വിസിമാർക്കായി സംസ്ഥാനം പേരുകൾ നിർദ്ദേശിച്ചത്. എന്നാൽ ഈ പേരുകൾ തള്ളി സ്വന്തം ഇഷ്ടപ്രകാരം നിയമനം നടത്തിയത് ചാൻസലർ കൂടിയായ ഗവർണറാണെന്ന് സംസ്ഥാനം കുറ്റപ്പെടുത്തി. എന്തിനാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് ഒരു വേള ബെഞ്ച് ചോദിച്ചു. നിയമത്തെ എങ്ങനെ അവഗണിക്കാനാകുമെന്നും ചാൻസലറോട് സുപ്രീംകോടതി ആരാഞ്ഞു. സർക്കാരും ഗവർണറും കാപ്പി കുടിച്ച് വിഷയം പരിഹരിക്കൂ എന്ന നിർദ്ദേശവും ബെഞ്ച് വാദത്തിനിടയിൽ മുന്നോട്ട് വെച്ചപ്പോൾ കോടതി മുറിക്കുള്ളിലെ പിരിമുറുക്കത്തിന് താൽക്കാലിക ശമനമായി. UGC ചട്ടമനുസരിച്ച് സ്ഥിരം വിസിമാരെ തീരുമാനിക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പേരുകൾ നൽകാൻ എത്ര സമയം വേണമെന്ന് സുപ്രീംകോടതി ചോദിച്ചു. നാളെ രാവിലെ അറിയിക്കാമെന്ന് സംസ്ഥാന സർക്കാരിന്റെയും ഗവർണറുടെയും അഭിഭാഷകർ അറിയിച്ചു. വിഷയം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അറിയിച്ച സുപ്രീംകോടതി പാനലിലേക്കുള്ള പ്രതിനിധിയെ UGCയും അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചു. താൽക്കാലിക വിസി നിയമന വിഷയം ഇപ്പോൾ പരിഗണിക്കുന്നില്ല. അതിനർത്ഥം നിയമത്തിന്റെ നിർവചനം മാറിയെന്നല്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു. ഗവർണറുടെ അപ്പീലും സർക്കാരിന്റെ ഉപഹർജിയും നാളെ പരിഗണിക്കും. മീഡിയ 1, ഡൽഹി.